ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരത്തിലേറുകയാണ്. ട്രംപ് കയറിയ ഉടനെ ഒരു ബോംബ്, രണ്ട് ബോംബ്, മൂന്ന് ബോംബ് എന്ന് പറഞ്ഞതുപോലെ ചറപറയാണ് ഓരോരോ തീരുമാനങ്ങൾ ട്രംപ് എടുത്ത് ഊരി ഊരി അമേരിക്കയിൽ നിന്നും പുറത്തു വിടുന്നത്. ഇന്നലെ ഞാനത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. അപ്പൊ ട്രംപ് അതിനകത്ത് പറയുന്ന കാര്യം, ഇനി മുതൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ, ട്രാൻസ്ജെൻഡേഴ്സ് ഇല്ല എന്ന് പറയുന്നു. കേരളത്തിലെ സുഡാപ്പികൾക്ക് സന്തോഷമായി കേട്ടോ, കാരണം അവന്മാരാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിലൊന്നും നമുക്ക് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാൻ പറ്റില്ലല്ലോ. LGBTQI+ കമ്മ്യൂണിറ്റിയെ നമുക്ക് അവിടെ കാണാനേ സാധിക്കില്ല. അതുകൊണ്ട് കേരളത്തില് ഒരുപാട് സുഡാപ്പികൾ അതിന്റെ താഴെ വന്ന് കമന്റ് അടിച്ചിരിക്കുന്ന ഞാൻ കണ്ടു. ട്രംപിനോട് ഇപ്പോഴാണ് ഒരു ബഹുമാനം തോന്നുന്നത്, ട്രംപാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നേരത്തെ ബൈഡനെ സഖാവ് ബൈഡൻ എന്ന് വിളിച്ചിരുന്ന ടീമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് ട്രംപ് പുറത്തേക്ക് പോകാൻ പോകുന്നു എന്ന് പറഞ്ഞ വാർത്ത വന്നു. ട്രംപ് കഴിഞ്ഞ തവണ ട്രംപിന് ഏറ്റവും കൂടുതൽ കുത്തിവെച്ചത് ലോകാരോഗ്യ സംഘടനയാണ്. ട്രംപ് അതൊന്നും മറന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രംപ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തു പോവുകയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ബ്രിക്സിനെ കുറിച്ച് ട്രംപിന്റെ ഇതുണ്ടായിരുന്നു. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാരെ നാട് കടത്താൻ പോകുന്നു എന്ന് പറയുന്നു. അതായത് ഒരു ലക്ഷ്യമില്ലാത്ത കാര്യങ്ങളാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ട്രംപ് കയറിയ ഉടനെ ഈ ചൈനയ്ക്ക് വലിയ ഭയം തുടങ്ങിയിട്ടുണ്ട്. ചൈനയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതോടെ ചൈനീസ് കമ്പനികൾക്ക് കയറ്റുമതി തീരുവയും നിയന്ത്രണവും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 3.6 ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ചൈന ലോകവിപണിയിൽ എത്തിച്ചത്. ട്രംപിന്റെ താരിഫ് പേടിയെ തുടർന്ന് US കമ്പനികൾ ചൈനയിൽ നിന്ന് പതിവിലും കൂടുതലായി സ്റ്റോക്ക് ചെയ്യുകയാണ് നമ്മുടെ US കമ്പനികൾ അസംസ്കൃത വസ്തുക്കൾ. അങ്ങനെയുള്ള വാർത്തകളുണ്ട്. അതിന്റെ ഇടയിൽ ചൈന കാണിച്ചൊരു പണി എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ പല ഇറക്കുമതികളും, അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതികളും ചൈന നിർത്തിവെച്ചു. ചൈന ഈ നിർത്തിവെച്ചു. പക്ഷെ വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ, അവനവൻ കുഴിക്കുന്ന കുഴികളിൽ വീഴുമ്പോൾ ഗുലുമാൽ എന്ന് പറയുന്നത് പോലെ, ഇന്ത്യയെ അവഗണിച്ച് ചൈനയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് ചൈനയ്ക്ക് പോലും ആ സമയത്ത് തോന്നിയില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. കാരണം ചൈന ആ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി എന്ന് ചൈനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇലക്ട്രോണിക്സ്, സോളാർ, ഇലക്ട്രിക് വാഹന കമ്പനികളാണ് ചൈനയുടെ ഈ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് നമ്മളിവിടെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഈ ഇറക്കുമതി നിർത്തലാകുന്നതോടുകൂടി ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാകുമെന്ന് ചൈന വിചാരിച്ചു. ചൈനീസ് നിക്ഷേപത്തിലും വിസ നിയമങ്ങളിലും ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് മറുപടിയായിട്ടാണ് ചൈന ഈ നീക്കം നടത്തിയതെന്നാണ് ചൈന പറയുന്നത്. പക്ഷെ സംഭവം അങ്ങനെയൊന്നും അല്ല. 2022-23 സാമ്പത്തിക വർഷത്തിൽ 98.5 ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി. ഈ വർഷം അത് 101.73 ബില്യൺ ഡോളറാണ്. അപ്പൊ ചൈന ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലോട്ടാണ്. ആ ഇറക്കുമതി നിന്നപ്പോൾ ചൈന വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലോട്ട് പോകാൻ പോവുകയാണെന്നാണ് ഇപ്പൊ റിപ്പോർട്ടുകൾ പറയുന്നത്. ചൈന മാത്രമല്ല, ഇപ്പൊ ട്രംപ് വന്ന് അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കാട്ടിലും വലിയ പ്രതിസന്ധിയിലേക്ക് ചൈന പോകാൻ പോവുകയാണെന്ന് പറയുന്നു. അതേസമയം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഈ ചൈന ഇറക്കുമതി നിർത്തിയ സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായിട്ട് നമ്മൾ ജപ്പാനെ ആശ്രയിക്കുന്നുണ്ട്. ജപ്പാനോട് ഈ ചിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് തരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയായിരുന്നല്ലോ നമ്മുടെ ഈ ക്രയോജനിക് എഞ്ചിനൊക്കെ. അതായത് റഷ്യയോട് ഇന്ത്യ ആദ്യം ആ ബഹിരാകാശത്തോട്ട് പോകാനുള്ള ക്രയോജനിക് എഞ്ചിൻ ചോദിച്ചു. അപ്പൊ അമേരിക്ക പറഞ്ഞു കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലേ ക്രയോജനിക് എഞ്ചിൻ. അപ്പൊ ഇന്ത്യക്ക് ഇതൊക്കെ വെറും ജുജുബി മാറ്റർ ആണെന്നാണ് തോന്നുന്നത്. ചൈനയാണ് യഥാർത്ഥത്തിൽ പെട്ടത്. എന്താ തോന്നുന്നത്? അല്ല, ചൈന എന്ന് പറഞ്ഞ ലോകത്തിലെ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ്. അതായത് 2022 3.75 ട്രില്യൺ ആയിരുന്നു അവരുടെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം. ആ സമയത്ത് ഇന്ത്യയുടെ GDP 3.55 ട്രില്യൺ ആയിരുന്നു. അതാണ് അതിന്റെ തമ്മിലുള്ള വ്യത്യാസം. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മളും ചൈനയും തമ്മിൽ ഈ കയറ്റുമതി ഇറക്കുമതി കാര്യത്തിൽ. ഉണ്ട്. നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ കമ്പനികൾ പലതും ഈ ചൈനീസ് ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇപ്പോഴും മുൻപോട്ട് പോകുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വിലക്കുറവാണ്. വില കുറഞ്ഞ സാധനങ്ങൾ. രണ്ടാമത്തെ, ഈ വ്യവസായികളെയും വ്യാപാരികളെയും ഈ ചൈനയുടെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന സാധനം കടം മേടിക്കാൻ പറ്റും. വ്യാപാരികൾക്ക് അങ്ങനെയാണല്ലോ. ഇപ്പോ കുറച്ച് പൈസ കൊടുത്തിട്ട് 10 രൂപ കൊടുത്തിട്ട് ഒരു 50 രൂപയുടെ സാധനം എടുക്കുക, പിന്നീട് വിറ്റതിന് ശേഷം കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ള കമ്പനികളൊന്നും, മറ്റു രാജ്യങ്ങളുടെ കമ്പനികളൊന്നും അങ്ങനെ കേൾക്കില്ല. അവർക്ക് മുൻകൂർ അഡ്വാൻസ് പേയ്മെന്റ് ആണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കമ്പനികൾ ചെയ്യുന്നെങ്കിൽ ചൈനയുടെ കമ്പനികൾ അങ്ങനെ ആയിരുന്നില്ല. കടം തരും. കടം ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ബിസിനസ് ആകുമ്പോഴത്തേക്കും രൊക്കം പൈസ കൊടുത്ത് മേടിച്ച് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ചിപ്പ്, കാറിന്റെ ബാറ്ററി, ഇലക്ട്രോണിക് സാധനങ്ങൾ, കമ്പ്യൂട്ടർ സാധനങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ചൈന ഇറക്കുമതി നിർത്തിവെച്ചത് കൊണ്ട് നമുക്ക് സംഭവിച്ചിട്ടുണ്ട്.
ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മുടെ രണ്ട് കൂട്ടരും ഇടയ്ക്ക് ഒരു വലിയ പ്രശ്നങ്ങൾ നടന്നു. 2020 മുതൽ നമ്മൾ ഇന്ത്യയും ചൈനയും നമ്മൾ ഒരു യുദ്ധത്തിന്റെ വക്കുവരെ എത്തിയ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷം നമ്മൾ ചെയ്തത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 102% നികുതി ഏർപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിന്. അത് നമ്മൾ കൊടുത്ത ഒരു പണി. അതിന്റെ ഇടയ്ക്ക് കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴത്തേനും നമ്മൾ വിമാന സർവീസ് നിർത്തി. അതിന്റെ ആ ഒരു ഇതിലാണ് ഈ വിസയുടെ കാര്യങ്ങൾ നമ്മൾ ന്യൂട്രൽ ചെയ്തത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ വേറൊരു രാജ്യമായിട്ടുള്ള ബന്ധവും ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഉപേക്ഷിച്ചല്ല, അവിടെ ന്യൂട്രൽ നമ്മൾ വലിഞ്ഞായിരുന്നു. ഉത്തര കൊറിയയാണ് ഉം. കോവിഡിന്റെ പേര് പറഞ്ഞുകൊണ്ട്. ഈ ചൈനയായിട്ടുള്ള നമ്മുടെ ഈ വ്യാപാര ബന്ധവും അതുപോലെ തന്നെ ഈ വിസയുടെ കാര്യങ്ങളും ഒക്കെ കോവിഡിന്റെ പേരിലായിരുന്നു. ചൈനയാണല്ലോ കോവിഡിന്റെ ഒരു കേന്ദ്രം. അപ്പം നമ്മൾ എല്ലാ രാജ്യങ്ങളായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പൊ അതിനകത്ത് ആർക്കും ഒരു പ്രത്യേകിച്ച് എതിർപ്പ് പറയാനും പറ്റില്ല. ആ ഒരു സമയം നോക്കി ചെയ്ത പണി. അപ്പം ആ ഒരു കാലം 2020, അതിനുശേഷമാണ് നമ്മൾ ഈ ഗാൽവാൻ കുന്നിലൊക്കെ കിടന്ന് അടി നടത്തുന്നത്. ഇരു വിഭാഗത്തിലെ ഉം. പട്ടാളക്കാർ ഏറ്റുമുട്ടുന്നതൊക്കെ അവിടെ അങ്ങനെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയം. ഇതായിരുന്നു ഇവിടെ സംഭവിച്ചത്. എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ, അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളെക്കാൾ 40% വിലക്കുറവാണ്. അതായത് 100 രൂപയ്ക്ക് അവര് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് മേടിക്കുന്ന വാങ്ങുന്ന ഒരു സാധനത്തിന് ചൈനയിൽ 60 രൂപ കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇപ്പൊ അമേരിക്കൻ കമ്പനികൾ കൂടുതൽ സാധനങ്ങൾ ചൈനയിൽ നിന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഈ നിലവിൽ 60% ടാക്സ് ഉറപ്പാണ് അമേരിക്ക ചുമത്തുന്നത്. അത് ഇന്ത്യ ഉൾപ്പെടെ എല്ലാവർക്കും ചുമത്തും. ഇനി നേരെ മറിച്ച് ഈ ടാക്സ് 100% ആക്കിയില്ല എങ്കിൽ പോലും ചില ഐറ്റത്തിനൊക്കെ 100 ആക്കുകയും മറ്റു ചിലതിനൊക്കെ ഒരു 70-80 ആക്കി കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ കൺട്രീസ്, പ്രത്യേകിച്ച് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വലിയ രീതിയിൽ ചൈനയ്ക്ക് കുറവ് വരും. അപ്പൊ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഒരു വിപണി പിന്നെ ഇന്ത്യ മാത്രമാണ് ഉള്ളത്. അതൊരു ഉം. യാഥാർത്ഥ്യമാണ്. അതാണ് ഈ ചൈന കുഴിച്ച കുഴിയിൽ ചൈന വീണു എന്ന് പറയാൻ വരുന്നത്. കാരണം ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ അന്നത്തേതുപോലെ ഇത് നിർത്തിവെച്ച സമയം പോലത്തെ വൈരാഗ്യങ്ങളൊന്നും ഇല്ല. 2023-24 ഇന്ത്യ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയ രാജ്യം ചൈനയാണ്. 102. ഇപ്പൊ നേരത്തെ ധനുഷ് സൂചിപ്പിച്ചത് 102 എനിക്ക് തോന്നുന്നു. 102% എത്തി. അപ്പം ഇപ്പൊ നമ്മൾ തമ്മിൽ 102 അല്ല, 2022-23 $98 ബില്യൺ. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷം 102 ബില്യൺ. സോറി, 102 ബില്യൺ. അപ്പം അത് നമ്മൾ ഏറ്റവും ട്രേഡിംഗ് നടത്തിയ ഒരു രാജ്യം ചൈനയാണ്. ഇപ്പൊ നമുക്ക് ആ പഴയ ഉടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈന ഉറ്റുനോക്കുന്നതും ഇന്ത്യയാണ്. പക്ഷെ ഇന്ത്യക്ക് അതിനിടയ്ക്ക് നമ്മൾ ഈ ജപ്പാനുമായിട്ടും ദക്ഷിണ കൊറിയയുമായിട്ടും നമ്മൾ കുറച്ചധികം കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കും. പ്രത്യേകിച്ച് ഈ ചിപ്പുകളുടെ കാര്യത്തില്, ഈ വാഹനങ്ങളുടെ ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെ കാര്യത്തിലൊക്കെ. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമുക്ക്. കാരണം അവരുടെ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. ഇപ്പൊ നമ്മുടെ ഒരു വ്യവസായി ഇവിടെ ഒരു വാഹനം, ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ഇലക്ട്രിക് കാറുകൾക്ക് വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിന്റെ പല ഐറ്റംസും നമുക്ക് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ വരുന്നതാണ്. പിന്നെ അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ ഇതിനകത്ത് മറ്റു ഒരു വശം എന്ന് പറഞ്ഞാൽ ആപ്പിളിനെ പോലെയുള്ള വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് വന്നു. ചൈന സുരക്ഷിതമല്ല എന്നുള്ളത് കൊണ്ട് ആ കോവിഡിന്റെ മറപറ്റി കുറെ അധികം കമ്പനികൾ ചൈനയിൽ നിന്ന് ചാടി ഇന്ത്യ വന്നിട്ടുണ്ട്. അതും ഒരു കലിപ്പിന് കാരണമാണ് ചൈനയുടെ. അല്ലാതെ ഇന്ത്യയോട് മാത്രമുള്ള വൈരാഗ്യമല്ല. അന്നേ എല്ലാവരും പറഞ്ഞിരുന്നു ചൈനയിൽ നിന്ന് ഈ വൻകിട കമ്പനികൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു ഈ ആപ്പിളിന്റെ ഒക്കെ ഐഫോണും മറ്റുമൊക്കെ നിർമ്മിക്കാൻ ആവശ്യമായ ചിപ്പുകളും മറ്റുമൊക്കെ അത് ചൈന പണിതരും, അവർ പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ചൈനയിൽ നിന്ന് അവിടെ ഇവിടെ എത്തിയ കമ്പനികളെ കൂടെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു അവർ ഈ ഇറക്കുമതി നിർത്തിയത്. അതെ ചേട്ടാ, ഒരു കാര്യം, അതായത് ഈ സോളാർ സെല്ലുകൾ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗാലിയം, ജെർമേനിയം എന്നിവയുടെ കയറ്റുമതിയിലാണ് ചൈന 2023 നിയന്ത്രണം കൊണ്ടുവന്നെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോ എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2027-28 അല്ലെങ്കിൽ 29 കൂടി ഇലക്ട്രോണിക് വിപ്ലവം വരും എന്ന് നമ്മുടെ നിതിൻ ഗഡ്കരി പറയുന്നു. ഈ ഇലക്ട്രോണിക് വിപ്ലവം വരണമെങ്കിൽ ഈ നാട്ടിൽ ഈ ചൈനയുടെ കാര്യത്തോടെ നിൽക്കട്ടെ, ഞാൻ നമ്മുടെ ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവന് ഈ ഇലക്ട്രിക് വാഹനം വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരണ്ടേ? അതായത് ഈ സാധാരണ ഒരു പെട്രോൾ വണ്ടി വാങ്ങിക്കുന്നതാണോ ഒരു ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നതാണോ നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പാവപ്പെട്ടവൻ പറയുന്നത് പെട്രോൾ വണ്ടി തന്നെയാണ്. കാരണം അഫോർഡബിൾ ആണ്. കാരണം ഈ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുമ്പം പെട്രോൾ വണ്ടിയുടെ പൈസയും 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം പെട്രോൾ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്ന പൈസയും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഇലക്ട്രിക് വണ്ടി വാങ്ങിക്കുന്നത്. പോരാത്തതിന് 2-2.5 കൊല്ലം കഴിയുമ്പോൾ ഈ ഇലക്ട്രിക് വണ്ടിയുടെ ബാറ്ററി നമുക്ക് മാറ്റിയിടേണ്ടി വരികയും ചെയ്യും. അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മള് ലോകത്തിലെ തന്നെ രണ്ടാമതോ മൂന്നാമതോ ഏറ്റവും വലിയ ലിഥിയം ശേഖരം ഇപ്പോ നമ്മുടെ ഇവിടെ കണ്ടെടുത്തിട്ടുണ്ട്. അത് ഇതുവരെ ഒരു അത് ഇതുവരെ നമ്മുടെ ഈ സംഭവങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ അത് ഖനനം ചെയ്ത് തുടങ്ങിയില്ല. അതിൽ യാതൊരുവിധ പിന്നീട് ഒരു അപ്ഡേഷനും നമ്മൾ കേൾക്കുന്നില്ല.
വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ് ധനുഷേ ചോദിച്ചത്. നമ്മൾ ബാറ്ററിക്കാണല്ലോ ചൈനയെ നമ്മൾ ആശ്രയിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇലക്ട്രിക് കാർ അതെ. വിപണി ഇത്ര വില കൂടുന്നു കാറുകൾക്ക്? ഇനി എന്ത് നമ്മൾ ചെയ്യും? ഇതിന് വ്യക്തമായിട്ട് ഉത്തരം ഒരു ഒന്നൊന്നര മാസം മുമ്പ് നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ശ്രദ്ധിച്ചിരുന്നോ എന്ന് അറിയത്തില്ല, എത്ര പേരത് വാർത്ത ചെയ്തു എന്ന് എനിക്കറിയില്ല. നിതിൻ ഗഡ്കരി പറഞ്ഞത് പെട്രോൾ കാറുകളെ കുറിച്ചും ഇലക്ട്രിക് കാറുകളെ കുറിച്ചും നിങ്ങൾ മറന്നേക്കൂ. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ വരാൻ പോകുന്ന വാഹനങ്ങൾ മൾട്ടി ഫ്യൂവൽ ആണ്, മൾട്ടി ഫ്യൂവൽ ഹൈബ്രിഡ് വാഹനങ്ങളാണ് എന്നാണ് പറയുന്നത്. ഹൈബ്രിഡ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലക്ട്രിക്കൽ കുറച്ച് പെട്രോൾ. ഇനി അതുമല്ല അദ്ദേഹം പറഞ്ഞത്, ഹൈബ്രിഡ് വാഹനങ്ങളെ കുറിച്ചും അല്ല പറഞ്ഞത്. ഇത് നമ്മുടെ എഥനോൾ കൂടുതൽ കലർന്ന ഇന്ധനങ്ങളെ കുറിച്ചും ഹൈഡ്രജൻ ഉപയോഗിച്ച് ഇപ്പം നമ്മുടെ നിതിൻ ഗഡ്കരി കഴിഞ്ഞ 2 വർഷമായിട്ട് യാത്ര ചെയ്യുന്നത് ഹൈഡ്രജൻ കാറിലാണ്. ഹൈഡ്രജൻ ട്രെയിൻ നമ്മൾ അത് ഇറങ്ങാൻ ശരി. പോകുന്നു. ഈ മാസം ലോഞ്ച് ചെയ്യാണ്. ഈ മാസം ഒടുക്കം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ വരികയാണ്. അതായത് മൾട്ടി ഫ്യൂൾസ് ഉള്ള, ഇപ്പോ നമ്മൾ ഇപ്പൊ ഈ ദില്ലിയിൽ ഒരു ഈ ഓട്ടോ എക്സ്പോ നടക്കുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ. അതിൽ 4 5 കമ്പനി, മെയിൻ കമ്പനികൾ, എനിക്കൊന്ന് ഹുണ്ടായി ഉൾപ്പെടെയുള്ള കമ്പനികൾ അവർ മൾട്ടി ഫ്യൂവൽ വണ്ടികൾ ഇറക്കിക്കഴിഞ്ഞു. അത് ഇലക്ട്രിക്കലുമല്ല, പെട്രോളുമല്ല, എഥനോൾ ഉപയോഗിച്ച്. കാരണം എഥനോൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങൾക്ക് വലിയ സ്കോപ്പ് ഇന്ത്യയിലുണ്ട്. കാരണം നമ്മുടെ കർഷകർക്ക് അത് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കും. അതായത് ഈ ഗോതമ്പിന്റെയും ചോളത്തിന്റെയും മറ്റുമൊക്കെ കച്ചി, അതിൽ കരിമ്പിന്റെയും മറ്റുമൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കുന്ന വേസ്റ്റിൽ നിന്നുണ്ടാക്കുന്ന ഇന്ധനം അത് വലിയ രീതിയിൽ നമുക്ക് ഉം. പ്രയോജനപ്പെടും. കാരണം നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഇത് കൂട്ടിയിട്ട് കത്തിക്കുന്നത് നമുക്കറിയാം. ഈ ഹരിയാന ഡൽഹിയും തമ്മിലുള്ള തർക്കം എന്താണ്? ഹരിയാനയിലെ കർഷകർ ഇത് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ അവിടെ നിന്നുള്ള ഈ പുക വരുന്നതാണ് ഇവന്മാർ തമ്മിലുള്ള അടിയുടെ പ്രശ്നം. കോടതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉം. അതാണ്. അത് ചെറിയ രീതിയിലാണ്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ നമ്മൾ എഥനോൾ കലർത്തിയ പെട്രോളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒരു ഇത് നമ്മൾ കാണും. മൾട്ടി ഫ്യൂവലിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരി 1.5 മാസം മുമ്പ് പറഞ്ഞ് ഇലക്ട്രിക്കൽ കാറുകൾ ഇനി അധികം ഉണ്ടാകും തോന്നുന്നില്ല, ഇല്ലെങ്കിൽ ഇനി പെട്രോൾ കാറുകൾ ഉണ്ടാകുന്നില്ല, വേറെ ഇന്ധനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക. അതിൽ വന്നുകൊണ്ടിരിക്കുക എന്നല്ല, വന്നു കഴിഞ്ഞു. ഹൈഡ്രജന്റെ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞു ഓൾറെഡി. നമ്മുടെ മന്ത്രി തന്നെ 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്ന ആ വണ്ടിയാണ്. അതൊരു ഇന്ധനം വരുന്നുണ്ട്. എഥനോളിന്റെ ഒരു മറ്റൊരു സോഴ്സ് വരുന്നുണ്ട്. അങ്ങനെ അനവധി സോഴ്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ മഹീന്ദ്രയെ പോലെയുള്ള കമ്പനികൾ, ടാറ്റയെ പോലെയുള്ള കമ്പനികള് അവര് ഈ സ്വന്തമായി ബാറ്ററി നിർമ്മിക്കുന്ന തരത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ തന്നെ ഉം. നമ്മൾ ആദ്യകാലത്ത് ഇറങ്ങിയ ഇലക്ട്രിക്കൽ കാറുകളും മറ്റുമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വലിയ പണമായിരുന്നു, അതിന് റേഞ്ച് കുറവായിരുന്നു, ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിനകത്ത് കോമ്പറ്റീഷൻ ശക്തമാകുകയും ആ, വളരെ കുറച്ച് എന്താ അതിന് പറയുന്ന ആ, പണത്തിന് നമുക്ക് ഇലക്ട്രിക്കൽ കാർ കിട്ടുന്ന അവസ്ഥ വന്നു. മറ്റൊന്ന്, കഴിഞ്ഞ വർഷം മാരുതി അവരൊരു വലിയ പ്രഖ്യാപനം നടത്തി. അവര് ജപ്പാനിൽ ഒരു വലിയ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു പക്ഷെ വന്നു ഉം. കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു വലിയ വിപ്ലവം നടക്കും. അതായത് ചാണകത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന, ചാണകത്തിന്റെ ഗ്യാസ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വാഹനങ്ങൾ അവർ നിർമ്മിക്കുന്നു. ഞാനിത് പറയുമ്പോൾ ഒരു പക്ഷെ പ്രേക്ഷകർ ചിന്തിക്കും കാറാണോ അല്ലെന്ന്. കാറല്ല അവർ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. നമ്മുടെ വാഹന വിപണി കാറും ബൈക്കും മാത്രമല്ല, നമ്മുടെ ഈ കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ പോകുന്ന ചെറിയ ട്രക്കുകളുണ്ട്. ഇപ്പൊ ഉത്തരേന്ത്യയിലൊക്കെ ഉം. പോയി കഴിഞ്ഞാൽ ഏക്കർ കണക്കിനാണ്. അപ്പൊ അവർക്ക് അവിടെ ഈ ഗോതമ്പ് ഇല്ലെങ്കിൽ കരിമ്പൊക്കെ വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ട്രാക്ടർ മുഖേനയാണ് അത് കൊണ്ടിരുന്നത്. അതിനുള്ള ചെറിയ പിക്കപ്പ് വാഹനങ്ങളുണ്ട്. നമ്മൾ മിക്കവാറും ഒക്കെ അവിടുത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് കാണാം, പലതരം വാഹനങ്ങളാണ് അവർ അതിൽ ഉപയോഗിക്കുന്നത്. അത് അതിനകത്ത് മാത്രം ഉം. കടന്നു പോവുക, അതുകൊണ്ട് നേരെ ചന്തയിലാക്കുക, ചന്തയിൽ നിന്ന് കൊണ്ടുവരിക. ഇതൊക്കെ ഈ ഉം. ഇടത്തരം കർഷകർക്കാണെന്നുണ്ടെങ്കിൽ അവർ ഈ പിക്കപ്പ് വണ്ടികൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഉം. മഹീന്ദ്രയുടെ ഇല്ലെ ടാറ്റയുടെ ഒക്കെ പിക്കപ്പ് വണ്ടികൾ, ഇല്ലെ ബൊലേറോയുടെ ഒക്കെ ഈ പിക്കപ്പ്, ഇപ്പൊ അതിന്റെ ആ ഒരു സെയിം മാരുതി ഓൾറെഡി തന്നെ പിക്കപ്പ് മേഖലയിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ അവര് ഉം. ബയോഗ്യാസിൽ നിന്ന്, ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് ഇന്ത്യയിൽ വലിയ രീതിയിൽ തന്നെ ചാണകം കിട്ടാനുണ്ട്. വലിയ രീതിയിൽ തന്നെ ചാണകം. കാരണം ഈ 80% ഇന്ത്യയിലെ കർഷകരും ക്ഷീര കർഷകരാണ്. വലിയ രീതിയിൽ അതെ, നമ്മൾ ഈ പാലുൽപാദന ഇടയ്ക്ക് രാജ്യമാണ് ഇന്ത്യ. കുറെ ചാണകം കുവൈറ്റിലോട്ട് കയറ്റി അയച്ചല്ലോ. 194 മെട്രിക് ടൺ കുവൈറ്റിലേക്ക് കയറ്റി. ചാണകം കുവൈറ്റിലോട്ട് കയറ്റി അയച്ചു. അപ്പൊ ഈ ചാണകം വെച്ചുള്ള വണ്ടി അത് തന്നെയല്ല, അവര് അതിനേക്കാളും വലിയൊരു പ്രഖ്യാപനം നടത്തി. മാരുതി പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ അവരൊരു ഒരു പുതിയ കാർ ഇറക്കിയിട്ടുണ്ട്, ഈ വിറ്റാര എന്ന് പറഞ്ഞു. അതിനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന സാധനം ഇന്ത്യക്ക് ഉം. അനുയോജ്യമായ അഡാ സംവിധാനം കൊണ്ടുവരും എന്നാണ്. ഇന്ത്യക്ക് അനുയോജ്യമായ അഡാ സംവിധാനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള അഡാ സംവിധാനങ്ങൾ ഇന്റർനാഷണൽ തലത്തിൽ യൂറോപ്യൻ കൺട്രീസിന്റെ റോഡിന്റെ അനുസരിച്ചിട്ടാണ് അതിന്റെ ലൈനും കാര്യങ്ങളും സെറ്റ് ചെയ്തെങ്കിൽ, ഇത് ഇന്ത്യയിലെ റോഡുകളുടെ കുഴിയും വളവും തിരിവും റോഡിൽ നിൽക്കുന്ന പശുവിനെ എല്ലാം ഐഡന്റിഫൈ ചെയ്യുന്ന അഡാസാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. അപ്പൊ മാരുതിയുടെ ഇന്ധനം അവരിനി അടുത്തത് അവർ എയിം ചെയ്യാൻ പോകുന്നത് ഈ ബയോഗ്യാസിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ചെറിയ ചെറിയ പിക്കപ്പ് ട്രക്കുകളും മറ്റുമാണ് അവർ ആദ്യം വരുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഗ്രാമങ്ങളിൽ ഓടുന്ന ഓട്ടോറിക്ഷ പോലെയുള്ള ചില പിക്കപ്പ് വാഹനങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള വാഹനങ്ങളും ഉം. ഇതിനോടനുബന്ധിച്ച് വരും. അത് യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇനി വരുന്നത് ഈ മൾട്ടി ഫ്യൂവൽ ആയിട്ടുള്ള വാഹനങ്ങളാണ് വരുന്നത്. അതായത് ഇലക്ട്രിക്കലിന്റെ കാര്യം മറന്നേക്കൂ എന്ന് ഓൾറെഡി നിതിൻ ഗഡ്കരി പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രവുമല്ല,
ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ തന്നെ ഇപ്പൊ നമ്മൾ കൊറിയയുമായിട്ടും ജപ്പാനുമായിട്ടും ഒക്കെ അത് ഡിസ്കഷൻ നടക്കുന്നത് അത് തന്നെയല്ല, ലോകത്തെമ്പാടും ഈ ഇലക്ട്രിക് ബാറ്ററികളുടെ രൂപവും ഭാവവും ഒക്കെ മാറുകയാണ്. അങ്ങനെയും ഒരു ഉം. കാര്യങ്ങളുണ്ട്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ പതുക്കെ ആണെങ്കിലും നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരിന് തന്നെ രജിസ്ട്രേഷൻ അംഗീകാരമുള്ള ബാംഗ്ലൂർ അടക്കമുള്ള ചില കമ്പനികൾ നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ നടത്തി തരും നമ്മുടെ കാറിൽ. ഇപ്പൊ നമ്മുടെ കാർ പെട്രോൾ ആണെങ്കിൽ ഉം. അതിനകത്ത് ഇലക്ട്രിക് കാറാക്കി മാറ്റാനുള്ള ഒരു അനുമതി അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഭാരിച്ച ചെലവുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഉള്ള പെട്രോൾ കാർ ഇലക്ട്രിക്കിലേക്ക് മാറ്റുന്നത്. അതിനാരെങ്കിലും തുനിയുമോ എന്ന് എനിക്കറിയില്ല. അതിനും ഒരു സാധനം എത്തിക്കഴിഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ പെട്രോളിയം ആയിരുന്നു. പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങളുടെ ഒരു ഇതായിരുന്നു. ഇനി ഇതൊക്കെ എന്ത് ചെയ്യും? കാരണം ഗൾഫിലാണെങ്കിൽ ഇതൊക്കെ പാവപ്പെട്ടവന് പറയും. അഫോർഡബിൾ ആണ്. തീർച്ചയായിട്ടും പാവപ്പെട്ടവൻ അഫോർഡബിൾ ആയിട്ട് തന്നെയാണ് വരുന്നത്. കാരണം ഈ എക്സ്പോയിൽ ഞാനിപ്പം കണ്ടതിനകത്ത് ഏതാണ്ട് 10 ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഒരു നിരയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ മാരുതി അവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇനി ഇറങ്ങുന്ന അവരുടെ ചെറിയ കാറുകളെല്ലാം ഹൈബ്രിഡ് ആയിരിക്കും എന്നുള്ളത്. ചെറിയ എഞ്ചിൻ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ പകുതി പവർ ലോഡുന്നു പകുതി പെട്രോൾ ലോഡുന്നു എന്നുള്ള ഒരു സാധനത്തിലേക്ക് അതെ, അതെ. എത്തുന്നു. ഒപ്പം തന്നെ ഈ ഫ്യൂവൽ മൾട്ടി ഫ്യൂവൽ വന്നാൽ ഇപ്പൊ ഈ CNG-യിലൊക്കെ ഓടുന്നില്ലേ, അതുപോലെ തന്നെ എഥനോൾ ഉപയോഗിച്ചിട്ട് ഓടും. അതിനിപ്പം ഞാൻ പറഞ്ഞില്ല, വിമർശകർ പലതും പറയും. അവർ പറയുന്നത് പിക്കപ്പ് ഉണ്ടാകില്ല, ആ ഒരു വലിവുണ്ടാകില്ല, ഇല്ലെങ്കിൽ ആ എഞ്ചിന് പവർ ഉണ്ടാകില്ല എന്ന് പറയുന്നു. ഇത് വണ്ടി ഇറങ്ങി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ കഴിയും. പണ്ട് നിതിൻ ഗഡ്കരി തന്നെ പാർലമെന്റിൽ പറഞ്ഞു, നമുക്ക് ഇലക്ട്രിക്കൽ യുഗമാണ് ഇനി വരുന്നത്, ഇലക്ട്രിക്കൽ കാറുകൾ ഇറങ്ങുമെന്ന് ചോദിച്ചപ്പം അവിടെ നിന്ന് ഏതോ കോൺഗ്രസിന്റെ MP ചോദിച്ചത്, തള്ളാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു ഗഡ്കരിയോട്. ഉം. അതാ വഴി കിടക്കുന്ന കാറ്, കാരണം പവർ അല്ലേ, ഇച്ചിരി കഴിയുമ്പോൾ പവർ തീർന്നു പോകുമ്പോൾ വഴി കിടക്കില്ല, തള്ളാൻ വരുമോ എന്ന് ചോദിച്ചു. ആ പറഞ്ഞിടത്താണ് ഒറ്റ ചാർജിന് ഒരു 700 കിലോമീറ്റർ കിട്ടുന്ന വണ്ടി ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു. അതായത് 1 മണിക്കൂർ കുത്തി ഇട്ട് കഴിഞ്ഞാൽ ഒരു 700 കിലോമീറ്റർ പോയി. നമ്മുടെ കേരളത്തിലൊക്കെയാണ് ഒരു റൗണ്ട് 2 റൗണ്ട് ചുറ്റി സൂപ്പറായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. മുക്കിന് മുക്കിന് ഇപ്പൊ ഇത് ഉം. വന്നിരിക്കുന്നു. അപ്പം എല്ലാത്തിലും കോമ്പറ്റീഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വരും. ഇനി ഇതൊന്നും വേണ്ട, ചൈനയുടെ ബാറ്ററിയും ഇന്ത്യ വാങ്ങേണ്ട കാര്യമില്ല. ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്ന 15 കാർ കമ്പനികളുണ്ട്. അവര് ഒരു ചെറിയ ഒരു കരാറിന് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇന്ത്യ ആ വാതിൽ ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ അവരുടെ ബാറ്ററി പോലും വേണ്ട. അവൻ അവിടെ നിർമ്മിച്ച അവന്റെ ബാറ്ററിയുള്ള സാധനം ഇവിടെ കൊണ്ടുവന്ന് വില കുറച്ച് വിൽക്കും. ചൈനയുടെ കാര്യം ഉം. അറിയാലോ. അവരുടെ തന്നെ ഇപ്പൊ നോർമലി BYD എന്നൊക്കെ പറഞ്ഞ വണ്ടികൾ അവരുടെ തന്നെ ഓടുന്നുണ്ട്. BYD-യുടെ ഒരു പുതിയ ഉം. കാറ്, ഞാൻ പേര് എനിക്ക് ഓർമ്മയില്ല. ആ കാറ് 7 സീറ്റർ വണ്ടിയാണ്. അത് 12 ലക്ഷം രൂപയ്ക്കാണ് ഇപ്പൊ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക്കൽ കാറാണ്. എന്താ ബാറ്ററി അല്ലേ, ഇത് ഇലക്ട്രിക്കൽ കാറാണ്. അവൻ 12 ലക്ഷം രൂപയ്ക്ക് അവൻ കൊടുക്കുന്നത്. ഉം. അതിനകത്ത് വേറൊരു സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ പോലും. അപ്പൊ ചൈനീസ് വാഹന വിപണി ഉം. തുറന്നു കൊടുത്താൽ പോലും അവര് ഹാപ്പിയാ, ബാറ്ററി നമ്മൾ വാങ്ങേണ്ട കാര്യമില്ല. അതിനു മുൻപ് തന്നെ നമ്മളുടെ രാജ്യം സ്വയം പര്യാപ്തമായ രീതിയിൽ ബാറ്ററികൾ ഉത്പാദിപ്പിച്ച് തുടങ്ങുകയാണ്. പിന്നെ ധനുഷ് സൂചിപ്പിച്ച പോലെ ജമ്മു കാശ്മീർ മേഖലയിൽ നമ്മൾ വിധേയത്തിന്റെ ഒരു വലിയ ശേഖരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു വസ്തു കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പാകിസ്ഥാനും സ്വർണം കണ്ടെത്തുന്നുണ്ട്. കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനടി അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അതിന് ഒരുപാട് നാളത്തെ ഖനനങ്ങളും കാര്യങ്ങളും പ്യൂരിഫിക്കേഷനും ഒക്കെ അതിനാവശ്യമാണ്. ഏതൊരു രാജ്യത്തായാലും അത് കണ്ടെത്തി കഴിഞ്ഞാൽ അത് മുഴുവൻ ചൂഷണം ചെയ്തെടുക്കാൻ എളുപ്പമാണ്. ഏതായാലും ഇനിയിപ്പം നമ്മൾ ആ വക കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നടക്കാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത്, ഈ ഡൊണാൾഡ് ട്രംപ് കുറച്ചുകൂടെ ബുദ്ധിമാനാണ്. അദ്ദേഹം ഇപ്പൊ പറയുന്നത് ടിക്ടോക്ക് ഞാൻ നിരോധിക്കും, ഇല്ലെങ്കിൽ 50% ഷെയർ ഞങ്ങൾക്ക് തരണമെന്നാണ്. ഒരുപക്ഷെ അങ്ങനെയുള്ള ഉം. ഷെയറിലേക്ക് ചൈന പോയാലും ചൈനയ്ക്ക് നഷ്ടമാണ്. കാരണം കിട്ടുന്നതിന്റെ 50 അമേരിക്കക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ടിക്ടോക്കും കൊണ്ട് ചൈന നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഉം. ഡിമാൻഡ്സും വരുന്നു. അപ്പം ഒരുപക്ഷെ ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കും. പിന്നെ അമേരിക്ക പറയുന്നത് അവരുടെ 75% ഇറക്കുമതി, അത് ചൈനയിലേക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്യണം എന്നാണ് പറയുന്നത്. അതും ചൈന കേൾക്കും എന്ന് തോന്നുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള നമ്മുടെ ചൈനയിലേക്കുള്ള കയറ്റുമതി കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചാൽ നമുക്കൊരു വരുമാനമാകും. അതിന് ആനുപാതികമായി ചൈനയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും കൂടെ ഇറക്കുമതി ചെയ്താൽ രണ്ട് രാജ്യങ്ങൾക്കും വലിയ തട്ടുകേടില്ലാതെ പോകാൻ കഴിയും. ചൈനയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ ആശ്വാസകരമായിരിക്കും. കാരണം ഈ അമേരിക്കൻ വിപണിയിൽ വരുന്ന ഈ ഒരു കുറവ് അവർക്ക് ഇന്ത്യൻ വിപണി വഴി അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ കഴിയും. പക്ഷെ ഇന്ത്യ ചൈനയെ നോക്കി നിൽക്കുന്നില്ല. ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും നമ്മൾ ഈ നിരന്തരം യാത്ര ചെയ്യുന്നതും അവരുമായിട്ട് അടുത്ത ബന്ധം സ്ഥാപിക്കുന്നതും അവിടെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ കോവിഡ് കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഉത്തര കൊറിയയിലെ എംബസി പൂട്ടി നമ്മൾ സ്ഥലം വിട്ടായിരുന്നു ഇവിടുന്ന്. കാരണം ഉത്തര കൊറിയയിൽ കിങ് ജോൺ ഉന്നുമായിട്ട് നമുക്ക് മൊത്തത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല പുള്ളിയെ. അപ്പൊ കോവിഡ് വന്നപ്പോഴത്തേനും അസുഖം ഉം. വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അവിടെ വീണ്ടും എംബസി തുറന്നിട്ടുണ്ട്. ആ എംബസി തുറന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ദക്ഷിണ കൊറിയയുമായി കൂടുതൽ അടുക്കുകയാണ്.
നമുക്ക് അവിടുന്ന് ചിപ്പുകളും ഈ മറ്റ് ഇലക്ട്രോണിക് സാധനങ്ങളും നമ്മൾ വരുന്നു. അപ്പൊ നമുക്ക് അവിടെ സേഫ്റ്റി ആവശ്യമാണ്. അതിന് നമുക്ക് ഉത്തര കൊറിയയുടെ ഉം. സഹായം അനിവാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദക്ഷിണ കൊറിയയിലേക്ക് പോയി ബിസിനസ് സംസാരിക്കുന്നു. ഉത്തര കൊറിയയുടെ പിണക്കമില്ലായിരുന്നു, നമ്മളുമായിട്ട് യാതൊരു അകൽച്ചയോ ശത്രുതയോ ഒന്നും ഉത്തര കൊറിയക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ കോവിഡ് കാലത്ത് കോവിഡിന്റെ പേര് പറഞ്ഞ് അവിടെ സ്കൂട്ടായതാണ്. ഇപ്പൊ നമ്മൾ വീണ്ടും ഉത്തര കൊറിയയിൽ പോയിട്ട് അവിടെ നമ്മൾ നമ്മുടെ എംബസി തുറന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ദക്ഷിണ കൊറിയയുമായിട്ടുള്ള വലിയ വ്യാപാര ഉടമ്പടി വെക്കും. അപ്പൊ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന അറിയാലോ, കിം ജോൺ ഉന്നിന്റെ ഒരു സ്വഭാവമൊക്കെ അറിയാലോ, എപ്പോഴാണ് ബോംബൊക്കെ വാരി വലിച്ചിരുന്നത് ഒരു പിടുത്തവും കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് പുള്ളിയെ സൂക്ഷിച്ച് നിർത്തുന്നു. ഇപ്പുറത്തോട്ട് നമ്മൾ കച്ചവടത്തിന് ട്രേഡിംഗ് തുടങ്ങുന്നു. ജപ്പാനുമായി നല്ല ബന്ധത്തിലേക്ക് നമ്മൾ നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഏതായാലും വരും ഉം. കാലങ്ങളിൽ ഇന്ത്യയും ചൈനയും നമ്മളൊരു യുദ്ധമുഖം ആയിരിക്കില്ല. പകരം കുറെയൊക്കെ വിട്ടുവീഴ്ച ഇരു രാജ്യങ്ങളും ചെയ്ത് സ്നേഹത്തിൽ മുൻപോട്ട് പോകുന്നതാണ് ഇന്ത്യക്കും നല്ലത്. അതിനേക്കാൾ നല്ലത് ചൈനയ്ക്കാരും. കാരണം ഇന്ത്യ ചെറുതല്ല, വലിയ വിപണിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ മഹീന്ദ്രയെ പോലെയുള്ള ഇന്ത്യൻ കമ്പനികൾ, ടാറ്റയെ പോലുള്ള ഇന്ത്യൻ ഉം. കമ്പനികൾ സ്വന്തമായിട്ട് തന്നെ അവര് ബാറ്ററികൾ ഉൽപ്പാദിപ്പിച്ചുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ടൊക്കെ അതിൽ ഏറെക്കുറെ അവർ വിജയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റൊന്ന്, അവരുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള കമ്പനികൾ, ചൈനയുടെ പല കമ്പനികളുമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടുള്ള കമ്പനികളാണ് നമ്മൾ അവിടെ ബുദ്ധിപൂർവ്വം ഒരു നീക്കം നടത്തിയായിരുന്നു മോദി സർക്കാർ. അതായത് ഉം. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ നമുക്ക് ഇറക്കുമതി ചെയ്യുന്നില്ലെങ്കിലും നിങ്ങളുടെ കമ്പനിക്ക് ഇവിടെ വർക്ക് ചെയ്യാം എന്ന് പറയുന്നതോടുകൂടി ആ കമ്പനി വരുമ്പോൾ സ്വാഭാവികം ആ കമ്പനിക്ക് വേണ്ട കണ്ടന്റ് എവിടുന്ന്, ഈ ചിപ്പും കാര്യങ്ങളും എവിടുന്നാ വരുന്നത്? ചൈനയിൽ നിന്ന് തന്നെ വരണം. അതായത് ആ പൈസയും ചൈനയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ ഉം. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ വാഹന നിർമ്മാതാക്കൾ ഇപ്പൊ ചെയ്യുന്നത് അവിടുത്തെ കമ്പനികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യത്തക്ക രീതിയിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ചൈനയ്ക്ക് അത് നൽകാതിരിക്കാനും കഴിയില്ല. കാരണം ലാഭം വേണമല്ലോ അവർക്ക്. കാരണം അവരുടെ കമ്പനികൾ തന്നെയാണ് ഇവിടെ ഓക്കെ. വരുന്നത്. ഏതായാലും ഇതൊരു സൗഹാർദ്ദപരമായി പോകുമെന്നാണ് കരുതുന്നത്. കാരണം ട്രംപിന്റെ നീക്കങ്ങൾ അനുസരിച്ചിട്ട് ആയിരിക്കും ഇനി മുൻപോട്ട്. ഇനിയുള്ളത് യുദ്ധകാലമല്ല, പകരം ബിസിനസ് തന്ത്രങ്ങളുടേതായ ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതിനിടയ്ക്ക് ഹമാസും ഇസ്രയേലും ഒക്കെ കാണും. അതെ, ഇനിയിപ്പോ വ്യാപാരങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് ട്രംപ് വരുമ്പോൾ കാണാൻ പോകുന്നത്. ജോ ബൈഡൻ വന്നപ്പോൾ യുദ്ധമായിരുന്നെങ്കിൽ ഇനി വ്യാപാരങ്ങൾ, നയതന്ത്രങ്ങൾ, അങ്ങനെയുള്ള പല പല യുദ്ധങ്ങളാണ് കാണാൻ പോകുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ട്രംപ് കയറി കഴിഞ്ഞു, ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടറിയാം. താങ്ക് യു വിജേട്ടാ, താങ്ക് യു സോ മച്ച്.